അതെ, 6 മണി വീട്ടിൽ ഉദ്ദേശമൊന്നുമില്ലേ? വീട് ഈ സമാധാനവും സന്തോഷമില്ലാത്ത അതിനൊക്കെ വീടെന്ന് പറയും. എന്താടാ അമ്മയായിട്ട് അവൾ ഒത്തു പോണില്ലേ? അവള് മാക്സിമം നോക്കണ്ട്. അമ്മയ്ക്ക് ഒരു തരം വാശിയാ. ഇതൊക്കെ എവിടെ ചെന്ന് തീരുവെന്തോ. തീരെ നിർത്തിയില്ലേ അവളെ വിളിച്ച് വാടകയ്ക്ക് വീടെടുത്ത് മാറടാ. അപ്പൊ അമ്മ ഒറ്റയ്ക്കാവൂലടാ. ഒറ്റയ്ക്കാവണോടാ, എന്നാലേ അവര് പഠിക്കോളൂ. അച്ഛൻ മരിച്ചത് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഞാനല്ലാണ്ട് അമ്മേനെ ആരാണ് നോക്കണേ? അമ്മയും വേണം, കുടുംബം വേണം, സമാധാനം വേണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. നിന്റെ അമ്മ മാറാനൊന്നും പോണില്ല. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാനും അവളൊക്കെ നല്ലോണം പെരുമാറണത്. അത് ചില തള്ളമാർക്കുള്ള മോൻ പെണ്ണ് കെട്ടിക്കും ഞാൻ വരണം കയ്യിൽ പോവോ, സ്നേഹം കുറയുന്നുള്ളതൊക്കെ. എനിക്കിപ്പോ അതല്ല പേടി. അമ്മ അവളോട് കാണിക്കുന്ന ദേഷ്യം കണ്ട് ഇപ്പൊ പിള്ളേരും അമ്മേനെ വെറുത്തു തുടങ്ങി. അറിയാതെ പറ്റിയതാ. ഓ, ഈ തല തെറിച്ച ജന്തുക്കളെ അങ്ങോട്ട് തോറ്റു ഞാൻ. അതൊന്ന് തട്ടിപ്പോയനമ്മ പിള്ളേരോട് പറയേണ്ട ഭാഷയാണോ അത്? അതിന് ഞാൻ എന്തുട്ടാ പറഞ്ഞേ? അറിയാണ്ട് പറ്റിയതല്ലേ, കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുത്തൂടെ? ഓ, നല്ലത് പറഞ്ഞാൽ മനസ്സിലാവണ ഏനങ്ങള്. നിന്റെ തീറ്റ കഴിഞ്ഞാണോ? ആ, എങ്കിൽ ഈ പാത്രത്തുണ്ട് കഴി വെച്ചേ. അതമ്മ കഴിവിച്ചോളൂ. നിനക്ക് കഴി വെച്ചാ കുഴപ്പം? അത് ഞാൻ കഴിക്കച്ചോളാമ്മേ. പിള്ളേര് ചെയ്ത് പഠിക്കട്ടേന്നേ. എങ്കിൽ അമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിക്ക് പറഞ്ഞു കൊടുക്ക്, അല്ലാതെ ചാടി കടിച്ചിട്ടല്ല. അതിന് ഈ തലയർച്ച എണ്ണങ്ങൾ രണ്ടും ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുവോ? അതിന് അമ്മോട് സ്നേഹം തോന്നുന്ന തരത്തിൽ അമ്മ എന്നാ ഈ പിള്ളേരോട് പെരുമാറിയിട്ടുള്ളത്? അതുങ്ങളൊന്ന് വഴുക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോ തന്നെ അമ്മ പറയുമല്ലോ, അതുങ്ങളുടെ തലയല്ലി പൊട്ടിക്ക്, അസത്തുക്കള്, ജന്തുക്കള്. ഇതൊക്കെ കേട്ട് വളർന്ന പിള്ളേര് എങ്ങനെ അമ്മനെ സ്നേഹിക്കുന്ന പറയണേ? ഈ പിള്ളേര് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം അമ്മയ്ക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന് അവർ സ്നേഹിക്കുന്ന ഇവളോടും അമ്മ കുറച്ച് സ്നേഹത്തോടെ പെരുമാറണം. ഇവൾ ഇഷ്ടമല്ലാത്തോണ്ടാ അമ്മ ഈ പിള്ളേരോട് ഇങ്ങനെ പെരുമാറണേ. അവർക്ക് അവരുടെ അമ്മയെ വലുത്, അല്ലാതെ അച്ഛൻ്റെ അമ്മയല്ല. അത് ഒപ്പത്തിന് എത്രയും കിട്ടില്ല. സ്നേഹം കൊടുത്താലേ അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. ഇനി നിന്റെ പെമ്പർന്നോത്തി മക്കളും പറഞ്ഞിട്ടുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ കിടക്കാം. ചേട്ടാ, കപ്പടപ്പത്ത് വെച്ചിട്ട് ബീഫ് വെച്ചേരേട്ടാ. ആ, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ നീ അവനോട് ബീഫ് മേടിക്കാൻ പറയണേ? ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ചിക്കനും മന്നിയൊക്കെ മാറി മാറി വാങ്ങിച്ചതല്ലേ, അതൊക്കെ അമ്മ കഴിച്ചതാണല്ലോ. ആ, വാങ്ങിച്ച് വെച്ചുണ്ടാക്കി കഴിക്കേ. വളർത്തി വലുതാക്കിയ അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ എന്നാ വില? ഈ അമ്മ എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണേ? നീ അത് കാര്യമാക്കണ്ട. അമ്മയുടെ